മുണ്ടക്കൈ ചൂരൽമല ദുരന്തം മഹാദുരന്തങ്ങളിൽ ഒന്ന്. പ്രധാനമന്ത്രി ഇവിടെ പറന്നെത്തി. സ്വാഭാവികമായും അദ്ദേഹത്തോട് കാര്യങ്ങൾ വിശദീകരിച്ചു, സഹായം അഭ്യർത്ഥിച്ചു. നിവേദനം ഇവിടെ വന്നപ്പോ തന്നെ കൊടുത്തു. മറന്നുപോകാതിരിക്കാൻ ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെ കണ്ട് വീണ്ടും നിവേദനം കൊടുത്തു. മാസങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കഴിഞ്ഞുപോയി. സഹായമില്ല. ദുരന്തങ്ങളുണ്ടായാൽ ആ ദുരന്തത്തിന്റെ ഭാഗമായി തലയിൽ കൈവച്ച് കരഞ്ഞിരിക്കാനല്ല ഒരു ഘട്ടത്തിലും നാം തയ്യാറായിട്ടുള്ളത്. ആ ദുരന്തം ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾ അത് എങ്ങനെ പരിഹരിച്ചെടുക്കാം, എങ്ങനെ നാടിനെ പുനർനിർമ്മിക്കാം, അതാണ് ഓരോ ഘട്ടത്തിലും നാം ചെയ്തിട്ടുള്ളത്. നല്ല മനോഹരമായ ടൗൺഷിപ്പ് തന്നെ ആ പ്രദേശങ്ങളിൽ സ്ഥാപിക്കപ്പെടും. ഇപ്പൊ സന്തോഷം തോന്നുകയാണ്. ഇപ്പൊ രോഗങ്ങളൊക്കെ കുറച്ച് മാറിയ പോലെ ഉണ്ട്, വിഷമം മാറിയിരിക്കണ്. സന്തോഷമുണ്ട്. ഞങ്ങൾക്കിപ്പം പുതിയ വീട് കിട്ടുക എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇന്നാണ് ഒരു മനുഷ്യന് നല്ല ഒരു ആശ്വാസം തോന്നുന്നത്. ചിരിയൊക്കെ സന്തോഷത്തിലാണ്. വളരെ നല്ല ഹാപ്പിയാണ് ഇപ്പൊ. സന്തോഷമായി. നമുക്കൊരു പുതിയ വീടാകാന്ന് പറഞ്ഞ ഒരുപാട് സന്തോഷമാണ്. ഇപ്പൊ ഇത് വന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ആദ്യമൊരു മനസ്സിനെന്തോ ഒരു പ്രയാസം ഉണ്ടായിരുന്നു, എവിടെയാണോ കുന്നാണോ മലയാണോ. അപ്പൊ ഇവിടെ വന്നപ്പോ ഒരുപാട് സന്തോഷമായി. എത്രയോ സന്തോഷമാണ്, നിറഞ്ഞ സന്തോഷം. ഞങ്ങൾക്ക് വീടും ആട്ടെ.